സാധാരണ നമ്മളൊക്കെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഭാര്യയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് സംസാരിക്കാറുണ്ട്. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ കണ്ണൂരിലുള്ള ഒരു ഫോൺ വിളി കുറച്ച് കുഴപ്പമുള്ളൊരു ഫോൺ വിളിയാണ്. ആരാ ഫോൺ വിളിച്ചെന്നറിയാമോ? ഒരു കാപ്പ കേസ് പ്രതി. എവിടെ നിന്നാ ഫോൺ വിളിച്ചെന്നറിയാമോ? സെൻട്രൽ ജയിലിനകത്തിരുന്നു. എവിടെ? സെൻട്രൽ ജയിലിനുള്ളിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഭാര്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കാപ്പ കേസ് പ്രതി. തൃശൂർ സ്വദേശി ഗോപകുമാറാണ് ഈ കക്ഷി. ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചു. ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തു ആമ്പല്ലൂർ സ്വദേശിനി, അതായത് ഭാര്യ. കൊള്ളാം. സൂപ്രണ്ടിന് പരാതിയും നൽകി. ഗോപകുമാർ ഉണ്ടായിരുന്ന 1-ാം ബ്ലോക്കിലെ സെല്ല് 15-ൽ നിന്ന് ഫോൺ പിടികൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഫോണുകൾക്ക് നിരോധനമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ 15-ാമത്തെ ബ്ലോക്കിലുള്ള കാപ്പ കേസ് പ്രതി സ്വന്തം ഭാര്യയ്ക്ക് ഫോൺ ചെയ്തതിന്റെ സംഭാഷണമാണ്, അല്ലെങ്കിൽ ശബ്ദരേഖയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എവിടെ നിന്ന് വിളിക്കുന്നു? ജയിലിൽ നിന്ന് വിളിക്കുന്നു. ആരെ വിളിക്കുന്നു? ഭാര്യയെ വിളിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഭാര്യ റെക്കോർഡ് ചെയ്ത് സൂപ്രണ്ടിന് കൊടുക്കുന്നു. ആ വഴി പൂട്ടുന്നു. കേൾക്കാം. ഹലോ, നിന്റെ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ലേ? ഈ കണ്ണിന്റെ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. ഞാൻ എന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയത്. നിന്റെ നീ കണ്ണിന്റെ 9544 നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തത് കുഞ്ഞിനെ ഡിലീറ്റ് ചെയ്ത് കളയാ. എന്നിട്ട് നീ അതല്ലെന്ന് പറയുമ്പോ പിന്നെ എന്റെ കയ്യിൽ അടിച്ചടിച്ചു വെച്ചേക്കണ. എന്ത് നോക്കിട്ട് അതാണെന്ന് പറഞ്ഞത്? ഇന്നലെ എനിക്ക് അറിയത് അതിൻ്റെതാണ് അയച്ചു തന്നത്. നീ ഇന്നലെ കയറി മുന്നിലെ കയറി എന്ന് പറയുന്നത് നീ കണ്ണിന്റെ നമ്പറിലേക്ക് അയച്ചിട്ട് നിന്നോട് 70 25 99 61 66 ഷിജി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അയക്കാൻ നിനക്ക് അത് ഉണ്ടോ ഇല്ലെന്ന് പറയാം. നീ നിന്റെ സ്വിച്ച് ഓഫ് ഇതൊക്കെ ഇന്നത്തെ കൊണ്ട് നീ സ്വിച്ച് ഓഫ് ചെയ്യണം. നാളോട്ട് നിന്റെ സ്വിച്ച് ഓഫ് ഞാൻ കാണിച്ചു തരാട്ടാ. എന്താ? നാളോട്ട് നമുക്ക് നിന്റെ സ്വിച്ച് ഓഫ് ഞാൻ കാണിച്ചു തരാണ്. ഫോൺ ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ നിന്നോട് കടം ചോദിക്കാൻ ഒന്നുമില്ല. നീ 1000 ഉണ്ടാവും വിട്ടാ മതി. സ്വിച്ച് ഓഫ് കണ്ണനൊന്നും ഇടാൻ പാടില്ലേ? ഒരാളും ഇടല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞത് ഞാൻ സ്വിച്ച് ഓഫ് ഒന്നും ചെയ്തില്ല. ഇത്രയും ശബ്ദത്തിൽ ഈ ഗോപകുമാർ എന്ന കാപ്പ കേസ് പ്രതി ഈ ജയിലിനകത്ത് കിടന്ന് വിളിച്ചിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരാരും അറിഞ്ഞില്ലല്ലേ എന്തിനാ ഫോൺ വിളിച്ച് എന്നാ ചോദിക്കുന്നത്. എവിടുന്നാ ചോദിക്കുന്നത് അറിയോ? ജയിലിനകത്തിരുന്നാ ചോദിക്കുന്നത്. ആരാ കക്ഷി? അപ്പുറത്ത് ഭാര്യ നീറ്റായിട്ട് എന്ത് ചെയ്തു? അത് മുഴുവൻ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ സൂപ്രണ്ടിന് കൊണ്ട് കൊടുത്തു. അതോടുകൂടി കാപ്പ കേസ് പ്രതിയുടെ ആകെയുള്ള പുറത്തേക്കുള്ളൊരു വിനിമയ സാധ്യതയും ക്ലോസ്ഡ്. പക്ഷെ ഇനിയും അവിടെ തുടരും. കണ്ണൂരല്ലേ, എന്തും കിട്ടും. സൂപ്പർ മാർക്കറ്റ് പോലും ഉള്ളിൽ ഉണ്ടാവുന്ന തരത്തിലാണ് അവിടുത്തെ ഇടപാടുകൾ എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന് ഏതാണ്ട് അമ്മായിയച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മാവൻ്റെയോ ഒക്കെ വീട്ടിലിരുന്ന് വിളിക്കുന്നത് പോലെ, സ്വന്തം വീടിൻ്റെ ഇറയത്തിരുന്ന് വിളിക്കുന്നത് പോലെയാണ് കാപ്പ കേസ് പ്രതി ഭാര്യയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഭാര്യ അതങ്ങ് റെക്കോർഡ് ചെയ്ത് നൈസായിട്ട് സൂപ്രണ്ടിനെ ഏൽപ്പിച്ചു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരുമാനമായി അല്ലേ അഭിജിത്ത്? ഇത് എന്താ സംഭവം അഭിജിത്ത്? അതേ അരുൺകുമാർ, എത്ര ലാഘവത്തിലാണ് അയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഫോൺ ഉപയോഗിച്ച് തൻ്റെ ഭാര്യ വിളിക്കുന്നതെന്ന് നോക്കുക. ആ സംഭാഷണം നമുക്ക് മുഴുവനായി കേൾപ്പിക്കാൻ കഴിയില്ല, കാരണം ഫുൾ തെറിവിളിയാണ്, ഭീഷണിപ്പെടുത്തലാണ്. മിനിഞ്ഞാന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അരുൺകുമാർ. ഈ ആമ്പല്ലൂർ സ്വദേശിനിയായ യുവതി ഒരു പരാതിയുമായി ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തെത്തുകയാണ്. ജയിലിലുള്ള തൻ്റെ ഭർത്താവ് തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള പരാതി നൽകുന്നു. അങ്ങനെയാണ് ഇയാളുള്ള, അതായത് തൃശൂർ സ്വദേശിയായ കാപ്പ കേസ് പ്രതി ഗോപകുമാറിൻ്റെ 1-ാം ബ്ലോക്കിലേക്ക് പരിശോധനയുമായി സൂപ്രണ്ട് എത്തുന്നത്. അവിടെ നടത്തിയ പരിശോധനയിൽ ഒരു കവറിനകത്ത് ഒളിപ്പിച്ച നിലയിൽ മൊബൈൽ ഫോൺ പിടികൂടുകയാണ്. അങ്ങനെ സൂപ്രണ്ട് ഈ ഫോൺ ടൗൺ പോലീസിന് കൈമാറി. പോലീസ് അങ്ങനെ കേസെടുക്കുകയും ചെയ്തു. ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനസ്സിലായത്. കാരണം ഇയാൾ നിരന്തരം ഇങ്ങനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. വീട്ടിലേക്ക് മാത്രമല്ല, പലയിടത്തേക്കും ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വിളിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട്, ആ കോൾ ഹിസ്റ്ററിയുടെ സ്ക്രീൻഷോട്ട് കൂടി നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്ന് കരുതുകയാണ്. അതായത് നിരന്തരം ഇയാൾക്ക് ഇങ്ങനെ നിർബാധം ജയിലിലിരുന്നു കൊണ്ട് ഫോൺ വിളിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഈ ഫോൺ സൂപ്രണ്ടിന് പിടിച്ചെടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ എത്രയൊക്കെ ആൾക്കാർ ജയിലിൻ്റെ പല കോണുകളിൽ ഇരുന്ന് വിളിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടുന്ന വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ജയിലിൽ ഇരുന്നു കൊണ്ട് ഭാര്യയെ തന്നെ ഫോൺ വിളിക്കുന്നു, പല ഇടപാടുകളും നടത്തുന്നു, ഭീഷണി നടത്തുന്നു എന്നതിൻ്റെയൊക്കെ തെളിവ് കൂടിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് അരുൺകുമാർ. ഇതിൻ്റെ തുടർച്ചയെന്നോണം കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത്തരം ഫോൺ വിളികൾ അതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം അത് സെൻട്രൽ ജയിലാണ്, മറ്റൊരു സ്ഥലമല്ല, അതീവ സുരക്ഷ വേണ്ട സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിലുള്ള ഗുരുതരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ് അരുൺകുമാർ. എന്താ അല്ലേ അഭിജിത്ത്,